ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വീട് പണിയുടെ അപ്ഡേഷൻ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈസ്റ്ററും വിഷുവൊക്കെ ആയതുകൊണ്ട് പണിക്കാരൊക്കെ ലീവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേഷന് താമസിച്ചിട്ട് പണി കുറച്ച് പെൻഡിങ്ങിലായിപ്പോയി. പിന്നെ കല്ല് പെൻഡിങ്ങായി, അങ്ങനെയാണ് കുറച്ച് വൈകിപ്പോയത്. ബൗണ്ടറി ഫുള്ള് കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി മൊത്തത്തിൽ ബെൽറ്റ് വാർത്തിട്ടേക്കുവാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് കാണേണ്ടത്, നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വെള്ളമാണല്ലോ വേണ്ടത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ കിണർ കുത്തിയതിന് ശേഷമേ ബാക്കി പണി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കിണറിനുള്ള സ്ഥാനം കാണുവാണ് കേട്ടോ. അപ്പോൾ ഒരു ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്ന്, ജോസ് എന്നാണ് ചേട്ടൻ്റെ പേര്. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിശയം. തേങ്ങ കണ്ടോ, പൊങ്ങുന്ന കണ്ടോ, അതുപോലെ കറക്റ്റ് ആ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നോക്കിയത് എന്താ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. കറക്റ്റ് അവിടെ വരുമ്പോഴത്തേക്ക് ആ തേങ്ങ ഇങ്ങനെ കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. നിർത്താം, പക്ഷെ മൂലയ്ക്ക് വന്നാലും കുഴപ്പമില്ലാത്ത ഈ മീനരാശി എന്ന് പറയുന്നത് നമുക്ക് മൂലയ്ക്ക് വന്നാലും കുഴപ്പമില്ല. ബാക്കി മൂലകൾക്കൊന്നും ഇതേപോലെ നമുക്ക് കിണർ കൊടുക്കാൻ പറ്റും. അതായത് ഇത് വടക്ക് ഇത് കിഴക്ക്, വടക്ക് കിഴക്കൻ മൂല ഒന്നാം സ്ഥാനം. ആ മീനരാശി നമുക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഞാൻ അകലെ നിന്നായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇനി സൂം ചെയ്തതാണ്, അതുകൊണ്ട് അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ എന്താ പറയുക, ആ ചലനം നമ്മൾ അത്ര ക്ലിയറായിട്ട് നമ്മൾ വാച്ച് ചെയ്തു കേട്ടോ. അത്രയും ക്ലിയറായിട്ട് ആ ഒരു വെള്ളം ഉള്ള സ്ഥാനത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും തേങ്ങ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമ്മൾ കറക്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് സ്ഥാനം അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഒരു കുരിശൊക്കെ വരച്ച് അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഓരോ മതവിശ്വാസികൾക്കും ഓരോ വിശ്വാസമല്ലേ. അപ്പം നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ചേട്ടായി കുറ്റി അടിച്ചു. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരുപാട് സംശയവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതെല്ലാം മാറ്റി ക്ലിയറാക്കി നമുക്ക് തന്നു കേട്ടോ. ഇനി കിണർ പണിയുടെ കാര്യങ്ങളും വീഡിയോകളും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, പെട്ടെന്ന് വെള്ളം കിട്ടാനും വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ